ഇത്തവണത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. SSLCക്ക് 96.5% വിജയമാണ് ഇത്തവണ ഉണ്ടായത്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഉണ്ടായത് പത്തനംതിട്ട ജില്ലയിലാണ്. 95.6%. ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിലുമാണ് ഉണ്ടായിട്ടുള്ളത്. വിജയ ശതമാനം ഇത്തവണ കുറയും എന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. 96.5% വിജയമാണ് ഇത്തവണ ഉണ്ടായത്. കാരണം മോഡറേഷൻ ഇത്തവണ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ വലിയ വിവാദമായ സാഹചര്യം ഉണ്ടായിരുന്നു SSLC പരീക്ഷാ ഫലം. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിലപാട് ഇത്തവണ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ITET സ്കൂൾ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ വിപുലമായ സംവിധാനങ്ങളാണ് നിലവിൽ ഫലമറിയാനായി ഒരുക്കിയിട്ടുള്ളത്. 96.5% വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് നേരിട്ട് തന്നെയാണ് ഫലം പ്രഖ്യാപിച്ചത് എങ്കിൽ ഇത്തവണ ചീഫ് സെക്രട്ടറി PK മൊഹന്തിയാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അബ്ദുൾ റബ്ബ് ഫലം പ്രഖ്യാപിച്ചതടക്കം വളരെ വലിയ വിവാദങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായ സാഹചര്യം കൂടി ഉണ്ടായത്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം പത്തനംതിട്ട ജില്ലയിലാണ് ഉണ്ടായിട്ടുള്ളത്. 96.5% വിജയം SSLCക്ക് ഇത്തവണ ഉള്ളത്. ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിലും ആണ് ഉള്ളത്. മോഡറേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇത്തവണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിജയ ശതമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാകും എന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. 96.5% വിജയമാണ്. സഫലം എന്ന വെബ്സൈറ്റിലൂടെയും ആപ്ലിക്കേഷനിലൂടെയും വിവരങ്ങൾ കൂടുതലായി ഇതിൻ്റെ ഫലപ്രഖ്യാപനം അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അറിയാൻ ഉടൻ തന്നെ വിപുലമായ സൗകര്യങ്ങളാണ് ITET സ്കൂൾ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ സർക്കാർ നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും 96.5% വിജയം SSLCക്ക് ഇത്തവണ ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, മറ്റു വിവരങ്ങൾ കൂടി. ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം രാവിലെ 11 മണിക്ക് മാത്രമാകും നടക്കുക. നമുക്ക് ലഭിച്ച സൂചനകൾ പ്രകാരമാണ് ഇപ്പോൾ SSLCക്ക് 96.5% വിജയ ശതമാനം എന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം പത്തനംതിട്ട ജില്ലയിലാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ A+ ഉള്ളത് മലപ്പുറം ജില്ലയിലുമാണ്. ഈ വർഷം മാർച്ച് 9 മുതൽ 23 വരെയായിട്ടാണ് SSLCയുടെ പരീക്ഷ നടന്നിരുന്നത്. ഇതിനുശേഷം ഏപ്രിൽ 1 മുതൽ 16 വരെയായി മൂല്യനിർണ്ണയം നടന്നു. 54 ക്യാമ്പുകളിലായിട്ടാണ് ഇത്തവണ മൂല്യനിർണ്ണയം നടന്നത്. കഴിഞ്ഞ തവണത്തെ പിഴവുകൾ ഒഴിവാക്കാനായി ഇത്തവണ കൂടുതൽ വിപുലമായ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചായിരുന്നു മൂല്യനിർണ്ണയം നടത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ തന്നെ മന്ത്രി PK അബ്ദുൾ റബ്ബ് 2 തവണയായി ഫലപ്രഖ്യാപനം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. ആദ്യത്തെ ഫലപ്രഖ്യാപനത്തിൽ നിരവധി പിഴവുകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ വീണ്ടും ഫലപ്രഖ്യാപനം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ കൂടുതൽ വിപുലമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള മൂല്യനിർണ്ണയം നടന്നത്. ഏപ്രിൽ 1 മുതൽ 16 വരെയായി നടന്ന മൂല്യനിർണ്ണയത്തിൽ ഒരു കാര്യം, കാരണം ഇത് ഔദ്യോഗികമായുള്ള ഫലപ്രഖ്യാപനമല്ല, നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ്, അങ്ങനെയല്ലേ? തീർച്ചയായും അരുൺ, അങ്ങനെയാണ്. കാരണം രാവിലെ 11 മണിക്കാണ് ചീഫ് സെക്രട്ടറി PK മൊഹന്തി SSLCയുടെ ഫലപ്രഖ്യാപനം നടത്തുക. നമുക്ക് ലഭിച്ച സൂചനകൾ പ്രകാരമാണ് ഇപ്പോൾ 96.5% വിജയ ശതമാനം എന്ന് നമ്മൾ വാർത്ത നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലപ്രഖ്യാപനം നടത്തേണ്ടത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറി PK മൊഹന്തി 11 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തുക. ഏതായാലും മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതേയുള്ളൂ. അരുൺ, ഞങ്ങളുടെ പ്രതിനിധി ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. 11 മണിക്ക് ചീഫ് സെക്രട്ടറി PK മൊഹന്തി ഔദ്യോഗികമായ SSLC പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിക്കും. 96.5% വിജയമാണ് SSLCക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് നിലവിൽ ലഭിക്കുന്നത്.